നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണിയായിപ്പോൾ സമയം. അപ്പം ഞങ്ങൾ അനുവിൻ്റെ കോളേജിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഇന്ന് ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ അനു പറഞ്ഞു നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അനുവും ഗോപനും ശ്രീഹരിയും ഞാനും രാജേട്ടനും കൂടിയിട്ടാണ് പോണത്. പരിപാടി 4 തൊട്ട് വൈകുന്നേരം 7 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തയ്യാറായി കഴിഞ്ഞു ഞങ്ങൾ കേട്ടോ, നേരത്തെ തയ്യാറായി കഴിഞ്ഞു പോകുകയാണ്. ഇനി നമുക്ക് അവിടെ കാണാം കേട്ടോ. സഹൃദയ എൻജിനീയറിംഗ് കോളേജാണ് കൊടകരത്തെ. ഗംഭീര കോളേജാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊന്ന് കാണാൻ പോയിട്ടോ. ഇത് നല്ലൊരു അവസരമാണ്, കോളേജൊക്കെ ഒന്ന് കാണാം. കോളേജിലത്തെ ടീച്ചേഴ്സിനെയും കാണാം, അവരുടെ ഫാമിലീസ് കാണാം. അങ്ങനെ നമുക്ക് നല്ല ഒരു എൻജോയ്മെൻ്റാണ്. പോവാം അല്ലേ? ഓക്കെ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം കാണാമെന്ന് വിചാരിച്ചു. പ്രിൻസിപ്പലിൻ്റെ പ്രസംഗമായിരുന്നു കേട്ടോ ആദ്യം തന്നെ കേട്ടത്. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നത് കേട്ടതിന് ശേഷം കോളേജൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അതിന് ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തന്നു. സന്ധ്യ ആവണേക്കാൾ മുമ്പ് ഒന്ന് കോളേജും പരിസരമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചതാ ഇങ്ങനെ നടക്കുകയാണ്. എന്ത് മനോഹരമായ സ്ഥലം. എൻ്റെ നോട്ടം എപ്പോഴും ചെടികളിലേക്കും മരങ്ങളിലേക്കുമാണ് കൂടുതലായിരുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് അപ്പുറത്തുള്ള ഓരോ കെട്ടിടങ്ങളും അത് എന്തിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്നു, എന്തിൻ്റെയാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി തരാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളിവിടെ കാർ കൊണ്ടിടുക അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഇട്ടേക്കണ അവിടെയാ. ഇത് അത്തിമരമാണ് കേട്ടോ. അത്തിമരം, അത്തിക്കായ കണ്ടോ? ഫിഗ് അല്ലേ? അത്തിമരം ഫിഗ്. എന്ത് രസമാണ് കാണാൻ. ഇതാ മരം നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് എന്ത് മരം അത്? അതാണത്. എന്ത് രസം. ഇത് പറഞ്ഞ് നമ്മുടെ ചെടിത്തോട്ടം നിറയും. ഇതന്നെ ക്വാർട്ടേഴ്സ്. ടീച്ചേഴ്സ് താമസിക്കാനുള്ളത്. ഒരാൾക്ക് ഒരു കാറ് പറഞ്ഞതിലിടൂ അല്ലേ? ഇത് മരമുല്ലല്ലേ നിൽക്കണത്? മരമുല്ല. ബയോടെക്നോളജി, പിന്നെ ബയോമെഡിക്കല്, പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ മൂന്ന് ഡിപ്പാർട്ട്മെന്റാണ് ഈ ബയോ ബ്ലോക്ക്. അത് ശരി. ഇതാണ് ബാക്ക് ഗേറ്റ് നമ്മൾ കണ്ടത്. പുതിയ ചെടിയൊക്കെ വെക്കുന്നുണ്ടല്ലോ അവിടെ. ബയോ ബ്ലോക്ക്. എന്തോരം കെട്ടിടങ്ങളെ പണിതുണ്ടെങ്കിലല്ലേ? 1 2 3 4 നിലയാ. എന്നിട്ട് നോളജ് സെൻറ്റർ.
നോളജ് സെൻറ്റർ. എന്താണ് എന്തിനാ? ആ ലെഫ്റ്റ് സൈഡിലത്തല്ലേ ഹോസ്റ്റൽസ്. കോളേജ് ബസ്. റെഡ്യൂസ് സ്പീഡ് നൗ 20 കിലോമീറ്റർ. എന്നിട്ടാ ഓ പെരുന്നാട്. എത്ര ബസ്സുണ്ട്? 1 2 3 4 5 6 7 8. അവിടെയൊക്കെ എന്നിട്ടാ ഹോസ്റ്റലാ. അത് ശരി. ചിക്കു നിൽക്കണു. ചിക്കു ഈ മരം കണ്ടാനോ? ഇതാണ് നമ്മളവിടെ കുഞ്ഞാക്കി വേണ്ടി നിർത്തിക്കണത് മരം കേട്ടോ. അതെന്ത് മരം അത്? ചന്ദനാണോ? അതിൻ്റെ അടുത്ത് ഒന്ന് പോയാലോ? ആലോ? ഏയ് അതെ. അടിപൊളി. അല്ല പറയാ, ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, അതിനരികെ കൊളി. അടിപൊളിയുണ്ടല്ലോ അല്ലേ? ഞാനുണ്ട്. ഓ 2 കുളമാണ് കേട്ടാ. വയലറ്റ് നീല താമര ഉണ്ട്, വെള്ളത്താമര ഉണ്ട് അല്ലേ? മരം നോളജ് ബ്ലോക്കാണല്ലേ? എൻ്റെ അമ്മോ. എഡ്യൂക്കേഷൻ ഈസ് ഡെഡിക്കേഷൻ. അടിപൊളിയല്ലേ? തുറക്കണ സെൻട്രൽ ലൈബ്രറി. അതെയാ? ഇവിടെ തന്നെ പേപ്പർ നോക്കാം അല്ലേ? സെൻട്രൽ ലൈബ്രറി ഫ്ലോർ ഡയറക്ടർ. ഓക്കെ. മിഷൻ അടിപൊളി കേട്ടോ. ഞാൻ പറ്റേട്ടോ. സൂപ്പർ. ഈ പൂ നോക്ക്, എന്ത് രസാ. കൊന്നല്ല സ്റ്റെപ്പ് ഇട്ടാ. ഫ്ലവർ വേസിലോ? ഇത് പ്രത്യേക പൂവാണല്ലോ. അതെ. അടിപൊളി പൂവാണല്ലോ. ഏയ്
ആ മന്ദാരം കണ്ട വയലറ്റ് റോസ് മന്ദാരം അതിൻ്റെ ബാക്കല്ലേ അനു ഇത് മന്ദാരാണ് വിത്തുണ്ടാവില്ലേ പ്രയർ അതന്നെ പ്രയർ സ്പേസ് ളയൊക്കെ ഉണ്ടല്ലോ 48 ഇവിടെ ഇല്ലിക്കാട് അല്ലേ ഇല്ലി അവിടെ ഒരു കെട്ടിടം കാണില്ലേ ആറ്റത്ത് കാണുന്നത് അത് നമ്മുടെ ഇതിൽ പെട്ടതാ ഈ മരങ്ങൾ ഓരോന്നിനും ഓരോ ഇതിട്ടുണ്ട് അല്ലേ എന്തിട്ട് മരം അത് ഇത്ര നല്ല ചെമ്പക നടക്കണവർക്കേ കാല് വേണ്ടി കണ്ടിരിക്കാനായിട്ട് സ്റ്റെപ്പായിട്ട് വച്ചേക്കണുണ്ട് അവിടെ ഒരു വഴിയുണ്ടല്ലോ നിങ്ങൾക്ക് കുറെ നടക്കണല്ലേ ഇവിടെ വന്നാൽ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പ ഇത് ലൂബിയല്ലേ ഇത് ഹലോ ഇത് ലൂബിയാണ് കേട്ടാ ലൂബി ലൂബിക്ക് ഉണ്ടാവണത് അല്ലേ ലൂബിക്ക നല്ല വഴിയാ പക്ഷേ ഉള്ളതൊക്കെ അല്ലേ കാൻറ്റീൻ PG ഹോസ്റ്റൽ ഗസ്റ്റ് ഹൗസ് ശാലോം ഗേൾസ് ഹോസ്റ്റൽ തേജസ് ഗേൾസ് ഹോസ്റ്റൽ ജ്യോതിസ് ഗേൾസ് ഹോസ്റ്റൽ സ്നാക്ക് സ്റ്റാൾ അത് മാത്രം അങ്ങനെ ഇതേ നിൽക്കണ ചെടിയേ അനു ഇതേ ഏലമാണോ ഏലം അതെ ഇത് നല്ലൊരു നോളജ് സെൻറ്റർ ബയോ ബ്ലോക്ക് ബ്യൂട്ടിഫുൾ സ്പേസ് ഇവിടെ താറാവല്ല കേട്ടോ ശബ്ദനാക്കണത് ഇതിൻ്റെ ഇതിൻ്റെ പേര് വാത്താന്നാട്ടാ ഇത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും പട്ടികളുടെ പോലെയാ അതായത് കടത്തില്ലേ പറമ്പിലേക്ക് വാത്താന്ന് പറയുന്നത് കണ്ട നമ്മൾ വന്നിട്ടാണ് വാത്ത വാ ഇവിടെ കണ്ട വാത്തണത് നമ്മൾ ഇന്നാളെ പോയി സ്ഥലത്ത് പോയില്ലേ ചേട്ടാ അവിടെ എങ്ങനത്തെ ഉണ്ട് തൊമ്മൻകുത്തിൽ പോയപ്പോൾ കണ്ടിട്ട് പോലത്തെ വാത്തക്കുട്ടി ഇങ്ങോട്ട് വാ അത് പട്ടി കിടക്കുന്നുണ്ട് പട്ടിക്ക് ഒരു കുഴപ്പമില്ല അവിടേക്ക് ഒരു വഴിയുണ്ടല്ലോ എൻ്റെ പൊന്നമ്മേ അത് വീണ്ടും ഇവിടെ ഇത് പേരിട്ടേക്കണ ഇവിടെ ഡെസിനിയൽ ദശാം 10 അല്ലേ 10ാമത്തെ വർഷം പണിതുകൊണ്ട് ഡെസിനിയൽ എന്നിട്ട്
ഓടുവോ? ഇത് ഓഡിറ്റോറിയത്തിലേക്ക് വഴിയാന്നല്ലേ. ഇവിടെ ഇത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയം. ആ പിന്നെ കാണണ്ടേ. മൂന്ന് സ്റ്റേജാണ്. ഓഡിറ്റോറിയം, പിന്നെ ഇവിടെ ഒരു സ്റ്റേജ്, പിന്നെ ബയോബ്ലോക്ക്. ആയിട്ടില്ലേ? ഹൃദയ ലിഫ്റ്റിലും കയറി. പിള്ളേർക്ക് അന്ന് ലിഫ്റ്റില് കയറാറില്ല, ശരിക്കും കിട്ടില്ല നമുക്ക്. ഫുൾ ടൈം പിള്ളേർ. ക്ലാസ് റൂംസിലാണ് അങ്ങനെ HOD സിവിൽ 31-20. വെരി ഗുഡ്. അതിനുള്ളിലാണ് എനിക്ക് തോന്നുന്നത്. ആ ഇതെവിടെ ക്ലാസ്സുകൾ? ക്ലാസ് 1. ഇതാ ഞങ്ങളുടെ നോട്ടീസ് ബോർഡ്. ദൃശ്യയുടെ പടം. കൺഗ്രാജുലേഷൻസ് ഡോക്ടർ ദൃശ്യം. മുഴുവൻ കണ്ട വേറെ രാഗി. അവരൊക്കെ ഉണ്ടല്ലേ. MS സുജന. ടീച്ചർ ഇപ്പനെ കണ്ട നമ്മുടെ മിനി. ഇപ്പനെ കണ്ടതല്ലേ മിനി? ഓ അത് ശരി. ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് നോട്ടീസ്. ഹനുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി. ഇരുട്ടായിരുന്നു എങ്കിലും ഞങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി. എന്തായാലും അതെങ്കിലും കാണണമല്ലോ, ഇരുട്ടായാലും കണ്ടു കേട്ടോ, പറഞ്ഞു തന്നല്ലോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് നോക്കാം. മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, കാർ പാർക്കിങ്, MBA കോളേജ്, അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പോൾ ഞാൻ പറയട്ടെ, മറ്റേ കോളേജ് എവിടെയാണ്? ആഭരണയുടെ ഒന്നും കോളേജ് ഇവിടെയല്ല. അത് നേരെ കാണിച്ചില്ലേ ഒരു വഴി? വേറെ കണ്ടസാ. ശരിക്കും മൊത്തം ഒന്നിങ്ങനെ നടന്നാല് ബാസ്കറ്റ് ബോളൊക്കെ നോക്കി. എത്ര ബാസ്കറ്റ് ബോൾ ഇതുണ്ട് നോക്കി. അമ്പോ 1 2 3 4 4എണ്ണം. ഇവിടെ തോട് പോണ്ട്. അവിടെ കുറേ ഇതൊക്കെ ഷർട്ടൊക്കെ കിടക്കുന്നുണ്ട്. പോയിക്കോ. അറ്റം വരെ പോണ്ടാ. ഇതല്ലേ ശരി പറഞ്ഞത്? ഇതാണോ പറഞ്ഞേ? അവിടെ എവിടെയോ പെരുന്നാൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പടക്കാണ് കേൾക്കണേ കേട്ടോ. എന്താ പടക്കം? അതെ അല്ലേ. ഓഡിറ്റോറിയം അപ്പുറത്തെ കിടക്കാതുകൊണ്ട് അല്ലേ. ഒരു പെൻഗ്വിൻ ഉണ്ടല്ലോ അവിടെ. പെൻഗ്വിൻ. മനസ്സിലായി. ഗംഭീരം. അല്ലല്ല, കോളേജ്. അതവരുടെ
ഓഡിറ്റോറിയം. അവിടെ കളിക്കണ്ട പിള്ളേർ, ഇത് അവിടെ കളിക്കണം. ശരി, അവിടെ കളിക്കണം നോക്കിയ കുട്ടികൾ. ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പരിപാടി. ഓ അത് ശരി. ഇതിന്റെ അപ്പുറത്താണ് ശരി ഷവർമ ഷാക്ക്. ഓഡിറ്റോറിയത്തിന്റെ മറ്റേ സൈഡിലേ അവിടെ ഒരു താമരക്കുളം ഉണ്ടല്ലോ, ഒരു താമരക്കുളം ഉണ്ടല്ലോ. മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം. ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ഉരുളിയുടെ ആകൃതിയിലൊരു താമരക്കുളം ഉണ്ട്. കണ്ടോ, ഉരുളി തന്നെയാണ്, അതിനുള്ളിൽ താമര. എന്താ ഭംഗി, അടിപൊളിയല്ലേ? അത് വയലറ്റ് പൂണ്ടാണ് ചെടി അതിൻ്റെ മുകളിൽ കെട്ടിക്കണത്. ആ മുകളിൽ അവിടെ ബിരിയാണി ഓ ഓ ഓ മെയിൻ ബ്ലോക്ക്. ആ അതിൻ്റെ അപ്പുറത്താണ് പരിപാടി നടക്കുന്നത് അല്ലേ, മെയിൻ ബ്ലോക്ക്. ഇലക്ട്രിക്കൽ റൂം. അങ്ങനെ നമ്മൾ സന്ധ്യയ്ക്ക് മുന്നായിട്ട് ഒരുവിധം സ്ഥലങ്ങളൊക്കെ കണ്ടു. റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഇത്തിരി ഇരുട്ടായിരുന്നു, അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. എങ്കിലും പരിസരമൊക്കെ കണ്ടു. ഇനി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ തൊട്ട് മുന്നിലാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓഫീസാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെയാണ് പ്രിൻസിപ്പലിൻ്റെ റൂം. ഇത് നേരെ മുകളിലാണ് ഡയറക്ടറുടെ റൂം. പ്രിൻസിപ്പൽ ഇവിടെ, ഡയറക്ടർ മുകളിൽ. വെൽക്കം ടു സഹൃദയ ഓഫീസാണ്, ഫ്രണ്ട് ഓഫീസ്. ടീച്ചേഴ്സിൻ്റെ മക്കളുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ശബ്ദമാണ് കേൾക്കണത് കേട്ടോ. അപ്പം നമുക്ക് പാട്ടൊന്നും വെക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ആ ഭാഗമൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്യും. നമുക്ക് നോക്കാം, നമുക്ക് അപ്പുറത്ത് പോയി കാണാം കേട്ടോ. നോക്കൂ, ഇതൊരു പ്രത്യേകതരം ഗെയിമാണ്. ശരീരത്തിലെ ഡ്രസ്സിൽ നിറയെ ക്ലിപ്പുകൾ, നമ്മൾ തുണികൾ ക്ലിപ്പ് ചെയ്യുന്ന ക്ലിപ്പുണ്ടല്ലോ, അത് നിറയെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇവർ കൈകൊണ്ട് തൊടാതെ ചാടിയോ അനങ്ങിയോ എന്തെങ്കിലും ചെയ്തിട്ട് ക്ലിപ്പുകൾ വിടിയിച്ച് ഇടണം എന്നാണ് പറയണത്. അത് ഏറ്റവും അധികം ക്ലിപ്പുകൾ താഴ്ത്ത് ഇടിയിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് സമ്മാനം കിട്ടുക. തൊടാൻ പാടില്ല, തുണി കൈകൊണ്ട് തൊടാൻ പാടില്ല. തുള്ളിച്ചാടി ഒരു കുട്ടിക്ക് അങ്ങനെ 2 എണ്ണം വീഴ്ത്തി. തീരെ കളിക്കുന്നില്ല, ഒന്നുകൂടി കളിച്ചിരുന്നെങ്കിൽ ജോഷായിട്ട് കളിച്ചിരുന്നെങ്കിൽ ക്ലിപ്പ് താഴെ വീണു. ബട്ട് ട്വിസ്റ്റ് കാരണം കുറെ പേർക്കൊന്നും ക്ലിപ്പ് താഴെ വീണില്ല. പക്ഷെ നമുക്കിവിടെ വിന്നറിന് കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? ഓക്കെ, ടയർഡായി തോന്നുന്നല്ലേ ഡാൻസ് കളിച്ചിട്ട്? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പാർട്ടിസിപ്പൻസിനൊക്കെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ടീച്ചേഴ്സ് ക്ലിപ്പറിലൊക്കെ വരാനൊന്ന് സഹായിച്ചേ. അങ്ങനെ എല്ലാ കുട്ടികൾക്കും സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ കുഞ്ഞു മക്കളുടെയും പരിപാടി ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാം. നല്ലൊരു ഐഡിയ എടുത്തേ, കുട്ടികൾ കഷ്ടപ്പെട്ടതാ പാവങ്ങൾ. ഇവിടെ നല്ലൊരു ഐഡിയ. സേറ, നോറ ആൻഡ് റിയ ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസിനായിട്ട് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, കുഞ്ഞു മക്കളുടെ കളി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പാട്ടുമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ കോളേജിൻ്റെ മുൻഭാഗം അലങ്കരിച്ചത് കണ്ടിട്ട് അതൊക്കെ ഒന്ന് എൻ്റെ
വീഡിയോയിലൊന്ന് പകർത്താമെന്ന് വിചാരിച്ചു. എന്ത് മനോഹരമായിട്ടല്ലേ. എല്ലാ ചെടികളിലും നിറയെ ബൾബുകളൊക്കെ ഇട്ട് മാല ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പരസ്പരം പരിചയപ്പെടാനുള്ള നല്ലൊരു അവസരമാണല്ലോ ഇത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയം പുതുക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. കുറേ ആൾക്കാരായിട്ട് ഞങ്ങളും പരിചയപ്പെട്ടു. അതിന് ഒരുപാട് പേരെ പരിചയപ്പെടുത്തി തന്നു ഞങ്ങൾക്ക്. പക്ഷേ അവരുടെയൊക്കെ വീഡിയോ പിടിച്ചില്ല എന്ന് മാത്രം കേട്ടോ. ഇവരൊക്കെ അവിടുത്തെ സ്റ്റാഫിൻ്റെ ബന്ധുക്കളെ തന്നെ, സ്റ്റാഫും അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ എല്ലാവരും, വേറെ പുറത്തുനിന്ന് ആരുമില്ല. സ്റ്റാഫ് ആൻഡ് അവരുടെ ബന്ധുക്കൾ. ലാസ്റ്റ് എത്തി. ഞങ്ങളും ഭക്ഷണം കഴിച്ചു കേട്ടോ. വെജുണ്ട് നോണുണ്ട്, ഇഷ്ടമുള്ളത് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ നമുക്ക് കഴിച്ചു. ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം കൂടി അതിന് മുന്നിൽ നിന്നിട്ട് ഞാനതിൻ്റെ ഭംഗിയൊക്കെ ഒന്നുകൂടി പകർത്തരണം കേട്ടോ. ഇത് കഴിയുമ്പോൾ കുറേ വൈകും. എത്ര രസമായിരിക്കണോ അല്ലേ. കൂട്ടാ ഓക്കെ. എന്താ ഭംഗി കാണാനായിട്ടത് ചേട്ടാ. അടിപൊളി. ഫൗണ്ടനോ അത് അടിപൊളി. സഹോദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഞങ്ങളിനി തിരിച്ചു വരാനായിട്ട് പോവുകയാണ് കേട്ടോ. വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോഴിത് അങ്ങകലെ പെരുന്നാളിൻ്റെ വെടിക്കെട്ട് ഇങ്ങനെ ആകാശത്ത് കാണാം. ഇവിടെയാണെങ്കിൽ കോളേജിൻ്റെ ദീപാലങ്കാരങ്ങൾ. നിങ്ങൾക്ക് ഇന്നത്തെ പരിപാടി ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ഒക്കെ. ഓക്കെ.